നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. COVID-19 പടർന്നു എന്ന പേടിയെ തുടർന്ന് കൊല്ലം പ്രാക്കുളം സ്വദേശി ദുബായിൽ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. പ്രാക്കുളം മായാവിലാസിൽ അശോകൻ എന്ന 46-കാരനാണ് മരിച്ചത്. അൾസറിനും മറ്റുമായി കേരളത്തിൽ നിന്ന് മരുന്ന് വരുത്തി കഴിക്കുകയായിരുന്നു ഈ അശോകൻ. ലോക്ക്ഡൌൺ കാലം മരുന്ന് കിട്ടാതായി. ഇതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. COVID-19 പരിശോധനയ്ക്കായി സ്രവം ശേഖരിച്ച ശേഷം താമസ സ്ഥലത്ത് ക്വാറന്റൈനിൽ കഴിയുവാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇതിനിടയിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ പ്രിയ സുഹൃത്തിന്റെ വേർപാടിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതനാകാതെ ഒരു മലയാളി യുവാവ് വിലപിക്കുകയാണ്. മരിച്ച അശോകന്റെ ആത്മസുഹൃത്തും അയൽക്കാരനുമായ ശ്രീരംഗനാണ് ഗവാനിജിയിലെ താമസ സ്ഥലത്ത് കണ്ണീര് തോരാതെ വിലപിക്കുന്നത്. എന്തിനായിരുന്നു ഒരു വാക്ക് പോലും പറയാതെ അവൻ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടിയതെന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. അവനത് ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് ഈ സുഹൃത്ത് കൂട്ടിച്ചേർക്കുന്നത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണിക്കായിരുന്നു സംഭവം. 13 വർഷത്തോളമായി UAE-യിലുള്ള അശോകൻ ദുബായിലെ പ്രമുഖ കമ്പനിയിൽ പ്ലംബിംഗ് ഫോർമാനായി ജോലി ചെയ്യുകയായിരുന്നു. കോവിഡ് ഉണ്ടോ എന്ന സംശയത്താൽ 4 ദിവസം മുമ്പ് ദുബായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുകയും ചെയ്തെന്നും എന്നാൽ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ജബൽ അലിയിലെ ക്യാമ്പിലേക്ക് മടങ്ങിയെന്നുമാണ് സുഹൃത്ത് പറയുന്നത്. തുടർന്ന് 2 ദിവസം അവൻ എന്നെ വിളിച്ചതേയില്ല. എനിക്കാകെ ടെൻഷനായി. വ്യാഴാഴ്ച രാവിലെ അങ്ങോട്ട് വിളിച്ചു. എടാ, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് അവൻ വിഷമം പറയുകയും ചെയ്തു. രക്തസമ്മർദ്ദം കുറഞ്ഞു എന്നതുപോലെ ക്ഷീണം തോന്നുമെന്നും അവൻ പറഞ്ഞു. കൂടാതെ ഛർദിയും വയറിളക്കവും ഉണ്ടെന്നും അറിയിക്കുകയും ചെയ്തു. ലോക്ക്ഡൌൺ കാരണം അവന്റെ അടുത്ത് പോകുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന പ്രയാസം കൂടി അന്ന് കിടന്നുവെന്നും ഈ സുഹൃത്ത് വ്യക്തമാക്കുന്നു. എന്നാൽ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് പോകാമെന്നാണ് അവൻ പറഞ്ഞത്. അവനത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ഒരു സാമൂഹിക പ്രവർത്തകന്റെ സഹായത്തോടെ ഓൺലൈനിൽ ആംബുലൻസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. തുടർന്ന് അശോകനോട് ഒരു നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യുവാൻ പറഞ്ഞു. ലൈൻ ബിസിയാണ് എന്നായിരുന്നു മറുപടി. പിന്നീട് അവന്റെ സുഹൃത്തും റൂംമേറ്റുമായ ബിനുവിനോട് രജിസ്ട്രേഷൻ ശ്രമിക്കാൻ പറഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കാത്തതിനാൽ അതും പരാജയപ്പെട്ടു പോയി. അശോകന് കാര്യമായ പ്രശ്നമൊന്നുമില്ലെന്നും കോവിഡ് പേടി കാരണമുള്ള ടെൻഷൻ മാത്രമാണ് ഉള്ളതെന്നുമാണ് ബിനു പറഞ്ഞത്. യൂട്യൂബിലും മറ്റും കോവിഡ് സംബന്ധമായി പലതും കണ്ടിരിക്കലാണ് അവന്റെ പ്രധാന പരിപാടിയെന്നും അറിയിച്ചു. കുറച്ചു ദിവസം എന്റെ കൂടെ താമസിക്കുവാൻ അവനെയും കൂട്ടി ബിനു വരേണ്ടതായിരുന്നു. വ്യാഴാഴ്ച രാത്രി 9-ന് ഞാൻ അശോകനെ വിളിച്ചപ്പോൾ ലൈനിൽ ബിസി കാണിച്ചു. വീണ്ടും ശ്രമിച്ചുവെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. തുടർന്ന് ബിനുവിനോട് സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല എന്നും അശോകൻ കഞ്ഞി കുടിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം അശോകൻ നാട്ടിൽ ഭാര്യയെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇവിടെയുള്ള ബന്ധുക്കളോടും സംസാരിച്ചു. പക്ഷേ തന്റെ തീരുമാനത്തിന്റെ ഒരു സൂചന പോലും അവൻ ആർക്കും നൽകിയില്ല. സംഭവം നടന്ന ഉടൻ തന്നെ ബിനു എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എങ്കിലും ഉറങ്ങിപ്പോയതിനാൽ അറിഞ്ഞില്ല. തുടർന്ന് പുലർച്ചെ 12:40-നാണ് ദുരന്ത വാർത്തയുമായി വീണ്ടും ഫോൺ വന്നത്. ഗുരുതര പരിക്കേറ്റ അവൻ അപ്പോഴേക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. താങ്ങാനാവുന്നതല്ല അവന്റെ വിനിയോഗമെന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. അശോകന്റെ മരണത്തിന് ശേഷം ശ്രീരംഗൻ ശരിക്കും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രിയ സുഹൃത്തിന്റെ മരണം ഇദ്ദേഹത്തിന് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി തീർന്നിരിക്കുന്നു. പുരുഷോത്തമന്റെയും ആനന്ദവല്ലിയുടെയും മകനാണ് അശോകൻ. ഷീലയാണ് ഭാര്യ. സുരാജ്, ആര്യ എന്നീ മക്കളും ഇദ്ദേഹത്തിന് ഉണ്ട്. എന്തായാലും പ്രവാസ ലോകത്ത് നിന്ന് ഏറെ സങ്കടകരമായ ഈ വാർത്ത വരുമ്പോൾ അത്യധികം ദുഃഖമാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.